നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചാണ്. അതായത് നമ്മളുടെ രാജ്യത്തെ ആണവോർജ്ജ മന്ത്രാലയം സയൻറ്റിഫിക് ഓഫീസർമാരെ തേടുന്നു. അപ്പോൾ ഇതിന് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഒരു സയൻറ്റിഫിക് ഓഫീസറായി നമ്മളുടെ ആണവോർജ്ജ മേഖലയിൽ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററുമൊക്കെയായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു നല്ല കരിയർ ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു അവസരം. ഇത് ആർക്കൊക്കെ പറ്റും? ഏതൊക്കെ കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം? എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ഈ കാര്യങ്ങളെല്ലാമായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷന് മുൻപായി തന്നെ ഇതിനൊന്ന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ രാജ്യത്തെ ആണവോർജ്ജ മന്ത്രാലയത്തിന് കീഴിൽ അതുമായി ബന്ധപ്പെട്ട ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആറ്റോമിക് സയൻസുമായി ബന്ധപ്പെട്ട ആറ്റോമിക് റിസർച്ചുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ആണവോർജ്ജ മന്ത്രാലയത്തിൽ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ആറ്റോമിക് എനർജി അതുമായി ബന്ധപ്പെട്ട് ഒരു സയൻറ്റിഫിക് ഓഫീസർ എന്നുള്ള ഒരു ഡെസിഗ്നേഷനിലേക്ക് ഒരു സ്റ്റൈഫൻഡോട് കൂടി നിങ്ങൾക്ക് ഒരു ഗവേഷകനായി അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റായി മാറുന്നതിനുള്ള ആദ്യ പടി എന്നുള്ള രീതി നമുക്ക് വേണം ഇതിനെ കാണാം. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റായി ഒരു ആറ്റോമിക് സയൻറ്റിസ്റ്റായി നിങ്ങൾക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മികച്ച അവസരമാണിത്. സ്റ്റൈഫൻഡ് ഇനത്തിൽ തന്നെ അവർ 74,000 രൂപ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, 74,000 രൂപ സ്റ്റൈഫൻഡായി തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണം എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് സയൻസ് സബ്ജക്റ്റുകളിലുള്ള ഒരു ബിരുദാനന്തര ബിരുദം, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ സയൻസ് സബ്ജക്റ്റുകളിലുണ്ട് എങ്കിൽ നിങ്ങൾക്കും, അതുപോലെ തന്നെ എൻജിനീയറിംഗ് ബിരുദധാരികൾക്കും ബിടെക് BE പോലെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ അഥവാ ബാർക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ പ്രീമിയം ആറ്റോമിക് റിസർച്ച് സ്ഥാപനം, അവരുമായി സഹകരിച്ച് ഉള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം, ട്രെയിനിങ് സ്കൂളുകളുമായി സഹകരിച്ച്, അതായത് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററുമായി ചേർന്ന് നിൽക്കുന്ന കുറേ ഒട്ടനവധി ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്, ട്രെയിനിങ് സ്കൂളുകളുണ്ട്. അവർ നടത്തുന്ന കുറേ പ്രോഗ്രാമുകളിലൂടെ ആയിരിക്കും നമ്മളുടെ ഇതിലേക്ക് സെലക്ഷൻ നടത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിനൊന്ന് അപ്ലൈ ചെയ്താൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൻ്റെ കീഴിൽ വരുന്ന കുറേ ട്രെയിനിങ് സ്കൂളുകളിൽ ഒരു പരിശീലനമൊക്കെ ഉണ്ടാവും. അതിനുശേഷം ആ സമയത്തായിരിക്കും ഈ 74,000 രൂപ സ്റ്റൈഫൻഡോട് കൂടി ആ പരിശീലനമൊക്കെ നടത്തിയ ശേഷമായിരിക്കും നിങ്ങളെ ഇതിലേക്ക് സെലക്ട് ചെയ്യുക എന്നൊന്ന് മനസ്സിലാക്കാം. ഈ പരിശീലനത്തിന് ശേഷം മുംബൈയിലുള്ള ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ആസ്ഥാനത്തും അതുപോലെ തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആറ്റോമിക് റിസർച്ച് കേന്ദ്രങ്ങളിലുമായിട്ടായിരിക്കും നിങ്ങൾക്ക് നിയമനം ലഭിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഇതിനുപരിയായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. എൻജിനീയറിംഗ് ബിരുദം കഴിഞ്ഞ് വന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രാജുവേറ്റ് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു ഗ്രാജുവേറ്റ് ഫെലോഷിപ്പിലൂടെ നിങ്ങളുടെ ഹയർ റിസർച്ചുകളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നൽകുന്നുമുണ്ട്. ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെക്കുറിച്ച് പറഞ്ഞാൽ മിനിമം 60% മാർക്കോട് കൂടി നിങ്ങൾ മെക്കാനിക്കൽ, കെമിക്കൽ, മെറ്റലർജി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിവിൽ, അപ്ലൈഡ് മെക്കാനിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് മെറ്റീരിയൽ സയൻസ്, മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയറിംഗ്, ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ ഇൻ്റർ ഡിസിപ്ലിനറി ഗ്രൂപ്പ് ഫോർ സിസ്റ്റം ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോ സയൻസ്, ജിയോളജി അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ, ഇതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു BE അല്ലെങ്കിൽ BTech, ഇപ്പോൾ ഞാൻ കുറേ അധികം കോഴ്സുകളുടെ പേരുകൾ പറഞ്ഞു, അത് അവരുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള പേരുകളാണ്. അപ്പോൾ അതിലേതെങ്കിലും കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണ് എങ്കിൽ, അതിലേതെങ്കിലും ഒരു BE BTech ഉള്ളവരാണ് എങ്കിൽ, അതുപോലെ തന്നെ MTech 5 ഇയർ MTech ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് MTech അല്ലേ, 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MTech അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് MSc അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും മുൻപ് പറഞ്ഞ കോഴ്സുകൾ, ഇത് ഏതെങ്കിലും 2023, 24, 25 ഈ വർഷത്തെ ഏതെങ്കിലും ഒരു ഗേറ്റ് സ്കോറും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറേയധികം കോഴ്സുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ മാസ്റ്റേഴ്സ്, MSc ഉള്ളവരാണെങ്കിലും അത് BTechോ BEയോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനോടൊപ്പം 2023, 24, 25 വർഷത്തെ ഒരു ഗേറ്റ് സ്കോറും നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സ്റ്റൈഫൻഡ് നിങ്ങൾ ട്രെയിനിങ് സമയത്ത് 74,000 രൂപയും അലവൻസസും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 50% മാർക്കോടുകൂടി ഈ ഒരു
പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഫെലോഷിപ്പ് പ്രോഗ്രാം, ഈ ഒരു പരിശീലന പ്രോഗ്രാം പൂർത്തിയാക്കുന്നവർക്ക് സ്റ്റാർട്ടിങ്ങിൽ 56,100 എന്നുള്ള ഒരു ശമ്പള സ്കെയിലിൽ സയൻറ്റിഫിക് ഓഫീസറായിട്ട് നിയമനം ലഭിക്കും. അപ്പോൾ അത് വലിയ ഗ്രോത്ത് ഉള്ള ഒരു ഇതാണ്. സ്റ്റാർട്ടിങ്ങിൽ 56,000 ലഭിച്ചാൽ അതിനുശേഷം നിങ്ങൾക്ക് വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഉയരാനായിട്ട് സാധിക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിലെയൊക്കെ ഒരു സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉയരാൻ പറ്റുന്ന, വലിയ ശമ്പള സ്കെയിലിലേക്കൊക്കെ ഉയരാൻ പറ്റുന്ന അവസരമാണ്. അപ്പോൾ ഈ ഒരു കേപ്പബിലിറ്റി, നിങ്ങളുടെ ഈ ഒരു കേപ്പബിലിറ്റി ഉപയോഗിച്ച് ഈ അവസരം ഒന്ന് ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ പ്രായം പരിധി ഇവർ പറയുന്നത് 18-നും 26-നും വയസ്സിനിടയ്ക്കുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അത് August 1, 2025 വെച്ചാണ് ഡേറ്റ് കണക്കാക്കുന്നത്. അപ്പം August 1, 2025 വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 18-നും 26-നും ഇടയ്ക്കായിരിക്കണം. അതായത് 18-ന് കുറവോ ആയിരിക്കരുത്, 26-ന് ക്രോസ് ചെയ്ത് പോകുന്നതും ആയിരിക്കരുത്. അപ്പോൾ ആ ഒരു ഏജ് ലിമിറ്റും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഭിന്നശേഷിക്കാർക്ക്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഇതുപോലത്തെ പ്രിവിലേജ്ഡ് ഗ്രൂപ്പുകൾക്കൊക്കെ സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡം അനുസരിച്ചുള്ള അതിനുള്ള എലിജിബിലിറ്റിയിലുള്ള ചെറിയ അല്ലെങ്കിൽ ഈ ഏജ് ലിമിറ്റിലുള്ള റിലാക്സേഷനുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കി ഇവരുടെ ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. ആ ആപ്ലിക്കേഷൻ ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി സന്ദർശിക്കേണ്ട ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് മറ്റൊന്നുണ്ട്, അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ January 26 ജനുവരി 26 അവസാന ദിവസമാണ് അപ്ലൈ ചെയ്യാൻ. അപ്പം ഇതൊരു സുവർണ്ണ അവസരമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രി പ്രോഗ്രാം, ഒരു സയൻസ് ബേസ്ഡ് ഡിഗ്രി പ്രോഗ്രാം, PG പ്രോഗ്രാം, ഡിഗ്രി ഇൻ ദ സെൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി പ്രോഗ്രാം ചെയ്തിട്ടുള്ളവരാണെങ്കിൽ, അതല്ല BE-BTech പോലുള്ള കോഴ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ചെയ്തവരാണ് എങ്കിൽ, ഒരു ഗേറ്റ് സ്കോർ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുവർണ്ണ അവസരം എന്ന് തന്നെ ഞാൻ പറയും ഇതിനെ. പ്രത്യേകിച്ച് റിസർച്ചിലേക്കും ഒരു സയൻറ്റിസ്റ്റ് ആകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടെയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള മികച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇതൊന്ന് ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. January 26, 2025 ഇത് അപ്ലൈ ചെയ്യാനായിട്ടും ശ്രമിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ ദിവസവും ഇത്തരം കരിയർ അപ്ഗ്രേഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ തൊഴിൽ അവസരങ്ങളുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട അവസരങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് തന്നെ നേരിട്ട് എത്തിച്ചേരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ആർക്കെങ്കിലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപകാരപ്പെട്ടേക്കാം എന്നിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട, ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ്, ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഒക്കെ ഒന്ന് ഇട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.